വികസനവും ജനാധിപത്യവും അന്താരാഷ്ട്ര കോൺഫറൻസ് ഫെബ്രുവരി മാസം 15 മുതൽ 17 വരെ തിരുവനന്തപുരത്ത് നടക്കും. ഫെബ്രുവരി മാസം 15-ന് നിയമസഭയിലെ ശങ്കരനാരായണ തമ്പി ഹാളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനാകും. നോബൽ സമ്മാന ജേതാവ് അമർത്യ സെൻ, ശ്രീമതി റോമില താപ്പർ, ലോക ഭക്ഷ്യ പുരസ്കാര ജേതാവ് ശ്രീമതി ശകുന്തള ദിൽസിംഗ് തുടങ്ങിയവർ സംസാരിക്കും. 16-നും 17-നും 9 വേദികളിലായി വിവിധ വിഷയങ്ങളിൽ ടെക്നിക്കൽ സെക്ഷനുകൾ നടക്കും. വിവിധ വകുപ്പുകളിൽ 14 ജില്ലകളിലായി 34 സെമിനാറുകൾ കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ ക്രോഡീകരണമാണ് അന്താരാഷ്ട്ര കോൺഫറൻസിൽ നടക്കുക. കോൺഫറൻസിൽ ലോകത്തെമ്പാടുമുള്ള വിദഗ്ധർക്ക് സംസ്ഥാനം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുവാനും മുന്നോട്ടുള്ള വികസന പാതയെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുവാനും വേദിയൊരുക്കും. സമാപന സമ്മേളനം സെക്കുലറിസം, ജനാധിപത്യം, സംവേദനാത്മക സർക്കാർ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. ഫറൂഖ് അബ്ദുള്ള, പ്രകാശ് കാരാട്ട്, കനിമൊഴി, ജസ്റ്റിസ് ഷാ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രോഗ്രാമിൻ്റെ വെബ്സൈറ്റിൻ്റെ ലോഞ്ചിങ് ആണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ 2026-27 അധ്യയന വർഷത്തിൽ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലേക്കായി 3.5 കോടി പാഠപുസ്തകങ്ങൾ ഒന്നാം വാല്യത്തിൽ ഇൻഡൻറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാം വാല്യത്തിൽ 1,90,00,000 പാഠപുസ്തകങ്ങൾ ഇൻഡൻറ്റ് ചെയ്തിട്ടുണ്ട്. 26 അധ്യയന വർഷം ഒന്നാം വാല്യത്തിൽ 3,80,00,000 പാഠപുസ്തകങ്ങൾ, രണ്ടാം വാല്യത്തിൽ 2,16,00,000 പാഠപുസ്തകങ്ങളാണ് ഇൻഡൻറ്റ് ചെയ്തിരിക്കുന്നത്. 2026-27 അധ്യയന വർഷത്തിലേക്ക് 79 ലക്ഷം പാഠപുസ്തകങ്ങളുടെ അച്ചടി നിലവിൽ KBPSൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിൽ 55 ലക്ഷം പാഠപുസ്തകങ്ങൾ KBPS വിവിധ ഹബ്ബുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 2ാം വാരത്തിൽ തന്നെ വിതരണം ആരംഭിച്ച് മെയ് അവസാന വാരത്തോടു കൂടി തന്നെ എല്ലാ പുസ്തകങ്ങളും സ്കൂളുകളിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ ആണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് 3 മാസങ്ങൾക്ക് മുമ്പ്, സ്കൂൾ തുറക്കുന്നതിന് 3 മാസങ്ങൾക്ക് മുമ്പ് പാഠപുസ്തകങ്ങൾ കൊടുക്കുകയാണ്. ഇരുപത്തിയേഴ് 2026-27 അധ്യയന വർഷത്തിലെ പാഠപുസ്തക വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 13-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പട്ടം സെൻറ്റ് മേരീസ് സ്കൂളിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചടങ്ങിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രസ്തുത ചടങ്ങിൽ കുട്ടികളുടെ യൂണിഫോം തുണിയും വിതരണം ചെയ്യും. ഇപ്പോൾ പാഠപുസ്തകവും യൂണിഫോമും 3 മാസങ്ങൾക്ക് മുമ്പ് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. സൗജന്യ സ്കൂൾ യൂണിഫോം, കൈത്തറി യൂണിഫോം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൈത്തറി വകുപ്പിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന സൗജന്യ യൂണിഫോം പദ്ധതി 2 ഘട്ടങ്ങളായാണ് നടപ്പിലാക്കുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് കീഴിൽ വരുന്ന സൗജന്യ യൂണിഫോം പദ്ധതിയും സൗജന്യ കൈത്തറി യൂണിഫോം പദ്ധതിയും സംസ്ഥാനത്തെ സ്റ്റാൻഡ് അലോൺ LP UP സർക്കാർ സ്കൂളുകളിലും 1 മുതൽ 4 വരെയുള്ള എയ്ഡഡ് LP സ്കൂളുകളിലും കൈത്തറി വകുപ്പ് വഴി കൈത്തറി യൂണിഫോം നൽകി വരികയാണ്. കൈത്തറി യൂണിഫോം ലഭിക്കാത്ത 1 മുതൽ 8 വരെയുള്ള ഗവൺമെൻറ് ഹൈസ്കൂളിലെ APL വിഭാഗം ആൺകുട്ടികൾക്കും 1 മുതൽ 8 വരെയുള്ള എയ്ഡഡ് ഹൈസ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഇതോടൊപ്പം 1 മുതൽ 5 വരെയുള്ള എയ്ഡഡ് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഒരു കുട്ടിക്ക് 2 ജോഡി യൂണിഫോമിന് 600 രൂപ നിരക്കിൽ അലവൻസ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിന്നും നൽകി വരികയാണ്. പ്രസ്തുത 2 വിഭാഗങ്ങൾ ഉൾപ്പെടാത്ത സർക്കാർ ഹൈസ്കൂളുകളിലെ 1 മുതൽ 8 വരെയുള്ള BPL ആൺകുട്ടികൾ, SC ST ആൺകുട്ടികൾ, മുഴുവൻ പെൺകുട്ടികൾ എന്നീ വിഭാഗങ്ങൾക്ക് SSK യൂണിഫോം തുക നൽകുന്നു. ഇപ്രാവശ്യം സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു കാശം വന്നിട്ടില്ല, എങ്കിലും നമ്മൾ കൊടുക്കുകയാണ്. 2026-27 അധ്യയന വർഷം കൈത്തറി യൂണിഫോം വിതരണത്തിലുള്ള കുട്ടികളുടെ വിവരങ്ങൾ കൈറ്റ് വെബ്സൈറ്റ് മുഖേന ലഭ്യമായത് പ്രകാരം 8,193,093 കുട്ടികൾക്ക് വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട്.